Hi everyone, it's me Momsy. Welcome to day 6 of our 21 day self-love evolution challenge. നമ്മളുടെ ഈ ഒരു ജേണിയിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ജേണിയാണ്. അതുകൊണ്ട് തന്നെ മാറ്റം ആഗ്രഹിക്കുന്ന ആർക്കും എപ്പോഴും നമ്മളോടൊപ്പം ചേരാം. കഴിഞ്ഞ 5 days ആയിട്ട് നമ്മൾ നമ്മളുടെ ഗോൾസിനെ കുറിച്ചിട്ടും ഡ്രീംസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു കാര്യം സംസാരിക്കാം. ആവേശം കൊണ്ട് മാത്രം നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. നിങ്ങളൊരു പുസ്തകം തുറക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ റിങ് ചെയ്തേക്കാം. നിങ്ങളൊരു മാറ്റം തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെയുള്ളവർ മേ ബി നിങ്ങളെ കളിയാക്കിയേക്കാം. അല്ലെങ്കിൽ ഒന്നിനും വയ്യാത്തൊരു തളർച്ച നിങ്ങളെ തേടി വന്നേക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, തടസ്സങ്ങൾ നമ്മുടെ ഈ ഒരു ജേണിയുടെ ഭാഗമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു തടസ്സങ്ങളെ, ആ ഒരു ബ്ലോക്സിനെ എങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാം എന്നല്ല, അവയെ എങ്ങനെ നമ്മുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാം എന്നതാണ്. ഓക്കെ, ശരിക്കും നമ്മുടെ മുന്നിലൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു വലിയ വൻ മതിലാണെന്ന്. അവിടെ നമ്മുടെ യാത്ര അവസാനിച്ചു എന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട് അല്ലേ? പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ അതിനു മുകളിൽ കല്ലുകളും മണ്ണും ഒക്കെ ഉണ്ടാകും. ആ വിത്ത് വിചാരിക്കുമോ അതൊരു തടസ്സമാണെന്ന്? ഇല്ല. ആ കല്ലുകളെ തള്ളി മാറ്റാനുള്ള ശ്രമമാണ് ആ വിത്തിനെ ഒരു കരുത്തുള്ള ചെടിയാക്കി മാറ്റുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, അത് സാമ്പത്തികമാകട്ടെ, നമ്മുടെ ഹെൽത്ത് ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലെ, ഫാമിലിയിലെ പ്രശ്നങ്ങളാകട്ടെ, അവ ശരിക്കും നിങ്ങളെ തടയാൻ വേണ്ടിയിട്ട് വന്നതല്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കരുത്തിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇഫ് ദർ ഇസ് നോ സ്ട്രഗിൾ ദർ ഇസ് നോ സ്ട്രെങ്ത്. പരാജയപ്പെടുന്നത് ഒരു പ്രശ്നമല്ല, പരാജയപ്പെടുമെന്ന് പേടിച്ച് നമ്മൾ പിന്മാറുന്നതാണ് യഥാർത്ഥ തോൽവി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നിങ്ങളുടെ ഒരു കുഞ്ഞു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു തോട്ട്സിനെ മാറ്റുന്ന ഒന്നാണ്. ഇതിനെ നമുക്ക് ബട്ട് ഓർ ആൻഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കാം. നമ്മൾ സാധാരണ പറയാറുള്ളത് ഇങ്ങനെയാണ്: എനിക്ക് പഠിക്കണമെന്നുണ്ട്, ബട്ട് എനിക്കൊന്നിനും സമയമില്ല. ഈ ബട്ട് നിങ്ങളുടെ ആഗ്രഹത്തെ അവിടെ ഇല്ലാണ്ടാക്കി കളയാണ് ചെയ്യുന്നത്. ഇനി മുതൽ ആ ഒരു ബട്ട് മാറ്റിയിട്ട് ആൻഡ് ചേർക്കുക. എനിക്ക് പഠിക്കണമെന്നുണ്ട് ആൻഡ് എനിക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് 15 മിനിറ്റ് നേരത്തെ എണീക്കും. അതായത് നമ്മളുടെ പ്രശ്നം എന്താണോ അതിനെ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ അതിനൊരു സൊല്യൂഷനും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ ഡേ 6 ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക, അതിൽ 2 കോളംസ് നിങ്ങൾ വരയ്ക്കുക. ഇടതുവശത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ബ്ലോക്സ്, അതായത് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് എഴുതുക. ഉദാഹരണത്തിന് പ്രൊക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ, നിങ്ങളുടേത് എന്താണോ അത് എഴുതുക. ആൻഡ് റൈറ്റ് സൈഡിൽ ആ ഒരു ബ്ലോക്സിനെ മറികടക്കാൻ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ചെറിയ സ്റ്റെപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒരു ആക്ഷൻ എന്താണെന്ന് എഴുതുക. ലക്ഷ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ നിങ്ങൾ മൈക്രോ സ്റ്റെപ്സ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ ടാസ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 6 ഡൺ എന്ന് നമ്മൾക്ക് കമൻസിലൂടെ നിങ്ങൾ അറിയിക്കാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഡിയേഴ്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു ടുമോറോ.